ഹലോ ഗൈസ്, കോബ്ര ലൈൻ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നേരെ വളവള നിലയ്ക്കുന്നില്ല, ബാക്കി വിശേഷങ്ങളെല്ലാം സൈറ്റിൽ പോയിട്ട് കം ഓൺ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന പൂവാറ്. ഇവിടെ വന്ന സമയത്തെ വൻ സീനായിട്ട് കിടക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, കടലില് വൻ കലിപ്പല്, പിന്നെ ബീച്ചിലോട്ട് ഇറങ്ങാനായിട്ട് വഴിയൊന്നുമില്ല, റോഡെല്ലാം ഇടിഞ്ഞ് കിടക്കുകയാണ് കംപ്ലീറ്റ്. അപ്പൊ നമുക്ക് വന്ന സമയത്ത് തന്നെ ലൈഫ് ഗാർഡ് പോലീസൊന്നും അങ്ങോട്ട് വിടുന്നില്ല. എന്നാലും നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ കൂടുതൽ ഉള്ളിലോട്ട് പോകാൻ പറ്റൂല, ഇവിടെ അടുത്ത് നിന്ന് തന്നെ അവരാണ് കൈ കാണിച്ച് വിളിച്ചത്. അപ്പൊ ഇവിടെ അടുത്ത് നിന്ന് തന്നെ ഷൂട്ട് ചെയ്യാനാണ് പറഞ്ഞത് നമ്മളെടുത്ത്. ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. കാരണം ചൂടാണെങ്കിൽ 40 ഡിഗ്രിയിൽ കൂടുതൽ ചൂടുണ്ട് ഇവിടെ. ഇപ്പൊ നിന്ന് കത്തി ഉരുവി ചെവിയിൽ കൂടെ ചൂട് കാറ്റിങ്ങനെ പോവുകയാണ്. മനസ്സിലായ? എന്നാൽ ഈ ചൂടിനെ ഒന്ന് മക വയ്ക്കാതെ നമ്മളെന്തായാലും വന്ന ദൗത്യം പൂർത്തിയാക്കിയിട്ടേ പോവുള്ളൂ. എന്തായാലും ഇവിടെ വരുമ്പോഴേ നിങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് ഈ പൂവാറ് വന്നിട്ട് ഇതുവഴി നിങ്ങൾക്ക് പോകാൻ പറ്റൂല. കാരണം ഈ പൊഴിക്കര ഇല്ല, തീരെ ഇല്ല. ഇപ്പോഴ് പൊഴിക്കര എന്ന് പറഞ്ഞാൽ കടല് കൊണ്ട് മണ്ണടിച്ച് ഫില്ല് ചെയ്യുന്നില്ലേ, അതില്ല. ഈ നമ്മുടെ നെയ്യാറും കടലും കൂടെ ഏകദേശം ചേർന്നില്ല എന്ന മട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ അത് പോയിട്ട് തിര എപ്പോഴും അടിച്ച് ഈ നമ്മളെ കായൽ പോലെ പരന്ന് കിടക്കുന്നില്ലേ നെയ്യാറ്, അവിടെ തിര അടിച്ച് കംപ്ലീറ്റ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ പൂവാർ റോഡ് കയറിയും കടപ്പുറത്ത് വരുന്ന തൊട്ട് ബോട്ടിംഗ് നടത്തുന്ന അതുവരെ തന്നെ കംപ്ലീറ്റ് ഇങ്ങനെ തിര കംപ്ലീറ്റ് വിഷയമായിട്ടിരിക്കുകയാണ്. ഇപ്പൊ ലൈഫ് ഗാർഡുമാരൊന്നും അങ്ങോട്ട് വിടുന്നില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, ആ കമ്പുകളൊക്കെ കുത്തി നാട്ടിരിക്കുന്ന ആ സ്ഥലം കണ്ടോ നിങ്ങള്? അവിടെയൊക്കെ നല്ല കച്ചവടം, ഒട്ടക സവാരി, കുതിര സവാരി അതെല്ലാം ഉണ്ടായിരുന്നതാണ്. പക്ഷെ നെയ്യാറിലെ വെള്ളം ഇപ്പൊ കടലിലോട്ട് ഇറങ്ങുന്നില്ല. പിന്നെ അത് പോയിട്ട് തിര കംപ്ലീറ്റ് അടിച്ച് എപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ഉള്ളിലോട്ട്. അതുകൊണ്ട് ഇതുവഴിയുള്ള കച്ചവടം, ഇതുവഴിയുള്ള ടൂറിസ്റ്റുകളെ ഒന്നും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. നമുക്ക് പിന്നെ പോകണമെങ്കിൽ പോവാം. ഒരു വഴിയുണ്ട്. ഒരു വഴിയെന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് പൊഴിയൂര് പോയിട്ട് അതുവഴി നമുക്ക് വരാം ബോട്ടിങ്ങിന്, അങ്ങനെയൊക്കെ. അപ്പൊ ഞങ്ങളങ്ങനെ നടന്നതിന്റെ ഒരു സൈഡിൽ കൂടെ നടന്ന് അടുത്തുള്ള ഫിഷിംഗ് ഹാർബറായ പൊഴിയൂരെത്തിയിട്ടുണ്ട്. പൊഴിയൂര്. അപ്പൊ പൊഴിയൂരെത്തിയപ്പോ കണ്ട അവസ്ഥയാണത്. നമുക്ക് ഒരു കാരണവശാലും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ബോട്ടിങ് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവഴി ആയാലും നമുക്കങ്ങ് പോകാനായിട്ട് കണ്ട വൻ സീനാണ്. റോഡെല്ലാം പോയിട്ടുണ്ട് കടലിലോട്ട്.
അപ്പോൾ ഇനി ഒരു വഴിയും കൂടെ ഉണ്ട്. ആ വഴിയിൽ കൂടെ പോയി നമുക്ക് എന്തായാലും ബോട്ടിൽ കയറണം. ബോട്ടിൽ പോയിട്ട് നമ്മുടെ അവസാന ലാപ്പിലെത്തി നിൽക്കുന്ന നമ്മുടെ നെയ്യാറ്, പിന്നെ നമ്മുടെ AVM കനാല്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു വഴിയിലോട്ട് പോവാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഫിഷിംഗ് ഹാർബറിൽ ഞാൻ ഇപ്പൊ തൊട്ടടുത്താണ് നിൽക്കുന്ന. നമ്മുടെ കടലും കരയും പങ്കിടുന്ന അതിന്റെ തൊട്ടടുത്ത് കണ്ടോ, അതിന്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോ കാണുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഒരു റോഡാണ്. അത്യാവശ്യം ഈ മീനൊക്കെ കൊണ്ടുവരുമ്പോൾ കൊണ്ടുപോകുന്ന റോഡാണ്. അപ്പൊ ഇപ്പൊ അങ്ങോട്ട് റോഡില്ല, പേടിച്ചു പോയി. ഇപ്പൊ അങ്ങോട്ട് റോഡില്ല. എന്തായാലും പേടിച്ച് വേറൊന്നുമില്ല. തിര ഇപ്പൊ വന്ന് വീഴുന്നു കഴിഞ്ഞാൽ സീനില്ല. മണലാണെങ്കിൽ കുഴപ്പമില്ല. ഈ കല്ലിന്റെ പുറത്ത് വന്ന് കയ്യും കാലും ഒടിഞ്ഞു പോകും. കണ്ടോ കടലിന്റെ അതിഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ അങ്ങോട്ടുള്ള നേരത്തെ ഉള്ള ഈ നമ്മുടെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് അവരെ ബാത്റൂം ടോയ്ലറ്റ് സൗകര്യങ്ങള്, പിന്നെ ഒരു റിസോർട്ട്, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നടപ്പാത എന്ന് പറയില്ല, കംപ്ലീറ്റ് മണല് അടിച്ച് ഈ തൊട്ടടുത്താണ് ഇപ്പൊ കായല് കിടക്കുന്നത്. ഇപ്പൊ എത്രയും വേഗം വെള്ളം മറിയാനുള്ള ഒരു സാധ്യത ഉണ്ട് ഈ കള്ളക്കടലിൽ തീർന്നില്ലെങ്കിൽ. ഇവിടെ നിന്ന് കള്ളക്കടലിൽ തീർന്നിട്ടില്ല. വൻസീനാണ് കണ്ട. പതയെന്ന് പറഞ്ഞ എന്റെ അമ്മാതിരി പത, അഴുക്ക കടലിൽ. മനുഷ്യരെ ദ്രോഹിക്കാൻ വേണ്ടി ഒരു രക്ഷയില്ല ഗൈസ്. എന്തായാലും അപ്പം എപ്പോഴാണ് ഇതിന്റെ സ്വഭാവം മാറണമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് നമ്മള് ഇവിടെ വളരെ നേരം വെയിറ്റ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത് ബോട്ടിങ്ങിന്റെ ആ ഒരു ലൊക്കാലിറ്റിയിലോട്ട് പോവാണേ. പോവാറന്ന് പൊഴിയൂര് വന്ന ആ വഴിമധ്യേ നമ്മുടെ കണ്ട ഒരു വലിയൊരു ചർച്ചാണ് സെന്റ് മേരീസ് മഗ്ദലൻ ചർച്ച്. നമ്മൾ കാണുന്നത് പോലെയല്ല, അത്യാവശ്യം വലിപ്പവും നീളമൊക്കെ ഉണ്ട്. ഇതിന്റെ ഒരു സൈഡിൽ കൂടെയാണ് ചരിത്ര പ്രസിദ്ധമായ AVM കനാൽ കടന്നു പോകുന്നത്. അപ്പൊ AVM കനാൽ എന്ന് പറഞ്ഞ അതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നെയ്യാർ തടാകത്തിലെത്തിയിട്ട് പറയാം. അവസാന ലാപ്പിൽ നെയ്യാർ നിൽക്കുന്നില്ലേ, ആ തടാകം, അവിടെ എത്തിയിട്ട് പറയാം. അപ്പൊ ചുട്ടുപൊള്ളുന്ന വെയിലില് കുറച്ച് ശരീരം തണുപ്പിക്കാൻ വേണ്ടി നമ്മളിതാ ഒരു ബോട്ടിങ്ങിന് വേണ്ടി നമ്മുടെ അവസാന ലാപ്പിലെത്തി നിൽക്കുന്ന നെയ്യാറിന്റെ ആ ഒരു കായലിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ സാരഥികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പയ്യുണ്ട്, ഇവനുണ്ട്. അപ്പൊ നമുക്ക് പോകുമ്പോ എന്തൊക്കെയാണ് കാണാനുള്ളത് നമുക്ക്
കനാലിന്റെ ഇവിടെ ഒരുപാട് സ്പേസസ് ഉണ്ട്. പൂവാറിൽ ഏതാണ്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ സ്പേസസും നമുക്ക് ബോട്ടിലൂടെ പോകുമ്പോൾ എല്ലാം കാണാൻ പറ്റും. മെയിൻ ആയിട്ട് നമുക്ക് ബോട്ടിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന ഫസ്റ്റ് ആകർഷണമായിട്ടുള്ള ഏവിയം കനാൽ, അനന്ത വിക്ടോറിയ മാർത്താണ്ഡവർമ്മ കനാലാണ്. അതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പണ്ട് ഒരു ബോട്ട് സർവീസ് ചരക്കുകളെ കൊണ്ടുപോകാനുള്ള റോഡ് ഇതൊന്നും ഇല്ലായിരുന്നു അന്ന്. അപ്പൊ മാർത്താണ്ഡവർമ്മ അവർക്ക് വേണ്ടി ചരക്കുകളൊക്കെ കൊണ്ടുപോകാൻ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ചെയ്ത കനാലാണ് ഉണ്ടാക്കി. നമ്മൾ അവസാന ലാപ്പിൽ എത്തി നിൽക്കുന്ന നെയ്യാറിനെ ഇവിടെ നിന്ന് കനാല് പോലെ വെട്ടിത്തിരിച്ച് ഏകദേശം 6 വരെ പോയിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇപ്പോഴത് ശോഷണത്തിന്റെ വക്കിലല്ലേ, ഇടയ്ക്ക് കുറച്ച് ദൂരം നമ്മളെ തേങ്ങാപട്ടണം വരെ ഉള്ളൂ. പിന്നെ അടുത്ത് നമുക്ക് കാണാനുള്ള സ്ഥലം അവിടെ തന്നെ കായലിൽ തന്നെ ഉള്ള റെസ്റ്റോറന്റ് പോലത്തെ സംഭവങ്ങൾ നമ്മൾ നേരെ ചെന്ന് കയറുന്നത്. അത് കഴിഞ്ഞ് എസ്റ്ററി പോയിന്റ് ഫേമസ് ആയിട്ടുള്ള ഈ കായലും അറേബ്യൻ സീയും തമ്മിൽ ഒന്നിക്കുന്ന പൊഴിക്കര. പിന്നെ നമുക്ക് പിന്നെ മാംഗോ ഫോറസ്റ്റ് അങ്ങനെ ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് റൗണ്ട് ചെയ്ത് കറങ്ങി വരുമ്പോഴാണ് ലാസ്റ്റ് മാംഗോ ഫോറസ്റ്റ്. പിന്നെ പോണേക്ക് പിന്നെയുണ്ട് പ്ലേസസ്. നമുക്ക് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, ഫ്ലോട്ടിംഗ് കോട്ടേജസ്. നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഫുഡ് കഴിക്കാനുള്ള സീ ഫുഡ് ആണ് പ്രത്യേകത. കാരണം ഇവിടത്തെ കായലിൽ നിന്ന് പിടിക്കുന്ന കരിമീനാവട്ടെ, അങ്ങനെ ചെമ്പല്ലി ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് ഫ്രീ നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്ക് ഓർഡർ കൊടുക്കുമ്പോൾ അവിടെ തന്നെ അപ്പൊ തന്നെ അവരങ്ങ് ഉണ്ടാക്കി തരണേണ്. ഗൈസ്, അപ്പൊ നിങ്ങളപ്പോ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പുള്ളിക്കാരന്റെ നമ്മുടെ ഈ ബോട്ട് ക്ലബിന്റെ പേരെന്തോന്നാണ്? ഗോൾഡൻ സാൻഡ് ബ്ലാക്ക് വാട്ടേഴ്സ്. ഗോൾഡൻ സാൻഡ് ബ്ലാക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പുള്ളിക്കാരന്റെ ഈ ക്ലബില് ബോട്ട് ക്ലബിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ബാക്കിയുള്ള ഇപ്പൊ ബോട്ടിൽ കയറുന്നതിന്റെ ആ ഫീസ് ഇല്ല. ഫീസ് മാക്സിമം കുറച്ച് നമുക്ക് പുള്ളിക്കാരൻ ഫുള്ള് ഇതിനകത്തുള്ള എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് നമുക്ക് അവരെ പാക്കേജ് തരും. പല പാക്കേജ് ഉണ്ട്. നമുക്ക് എന്തായാലും ബാക്കിയുള്ള ബോട്ട് ചെട്ടുകളിൽ പോണതിനേക്കാളും നമ്മളെ പോക്കറ്റ് കാലിയാവാതെ അതിനനുസരിച്ച് ക്ലിയർ ആക്കി തരും. നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ ലൈഫ് ജാക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ലൈഫ് ജാക്കറ്റ് ആണ്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ധരിച്ച് മുമ്പോട്ട് പോവുകയാണേ. അപ്പൊ ബോട്ട് ഡ്രൈവ് ചെയ്യുന്നത് വേറെന്തോന്ന്? അബ്ദുള്ള. നമ്മൾ അബ്ദുള്ളയാണ് ബ്രദർ. അപ്പൊ നമ്മളൊരു കൊച്ചു ബ്രദർ കൂടെ ഉണ്ട്. അവ സൈലന്റ് തിരിച്ചുകൊണ്ട് ഇപ്പൊ എന്തായാലും വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നല്ലേ ഇതിനകത്ത്? ഈ കടലിങ്ങനെ കള്ളക്കടൽ പ്രതിഭാസം നിൽക്കുന്നത് കൊണ്ട് ഈ വെള്ളം അങ്ങോട്ട് മറയുന്നില്ല അല്ലേ? പൊഴി എപ്പോഴും കംപ്ലീറ്റ് ഈ തുറന്ന് വിടുന്തോറും ഈ തിര വന്നത് കയറി പൊഴി അടയും കംപ്ലീറ്റ്. JCB ഒരിക്കൽ താന്ന സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ ഇവിടെ. ഇവിടെ ഇപ്പൊ എത്ര ആൾ താഴ്ച വരും വെള്ളം ഇപ്പോഴ്? ഇവിടെ ഒരാൾക്ക് നിക്കണം അത്രേ ഉള്ളൂ. അത്ര വെള്ളം കൂടി നിക്കണുണ്ട്. കാരണം ഇവിടെ താഴ്ച ഇല്ല. പോകും തുറന്ന് താഴ്ച. അല്ല, നമുക്ക് നല്ല സൈസ് മീനും കാണും അല്ലേ ഇതിനകത്ത്? വെള്ളത്തിൽ ഒരു സ്ഥലം മാമാരെ പിടിക്കുകയും ചെയ്യും അല്ലേ? നല്ല തണുത്ത വെള്ളമായിരിക്കും. ഈ മറ്റേ മരങ്ങളൊക്കെ രണ്ട് സൈഡ് നിൽക്കുന്നുണ്ടല്ലേ? നമ്മളിപ്പോ ഈ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്തുള്ള ഹോട്ട് നമ്മൾ അറിയില്ല. കൂളിംഗ് നല്ല കാറ്റോ. ഇല്ല 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 അവരെ ഫോട്ടോ എടുക്കില്ല. അവരെ കുറച്ച് മാമിമാരൊക്കെ കുളിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പോഴ് അവര് വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ അതാണ് അവർ പറഞ്ഞത് അവരെ ഫോട്ടോ എടുക്കരുത്. നമ്മളങ്ങനെ അവരെ ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല. ഇതാണ് ഏവിയം കനാൽ. എങ്ങനെ റൗണ്ട് ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഏവിയം കനാല്. നല്ല ഒരു നമ്മൾ ആമസോൺ ഒരു കാടിനകത്ത് പോകുന്ന ഒരു ഫീൽ ഉണ്ട് നമുക്ക്. രണ്ട് സൈഡും കണ്ടൽക്കാട്. ആ ഒരു ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ഐലൻഡ് ഇങ്ങനെ ഉണ്ട് ഇതിനകത്ത്? 3-4 കിലോമീറ്റർ ഇങ്ങനെ പോകുമ്പോ തന്നെ ഐലൻഡ് ഉണ്ട്. ഈ കരിക്കുകളൊക്കെ ഇവിടത്തെ മറ്റേ കോക്കനട്ട് ഐലാൻഡിൽ തന്നെ എടുത്തുകൊണ്ടോ. ഈ കരിക്ക് നല്ല ഐറ്റം പാമ്പുകൾ കാണും അല്ലേ? ഏതാണ്? അണലിയായിരിക്കും മെയിനായിട്ട്. ചേരയുണ്ട്, പലതരത്തിലുള്ളതുണ്ട്. അപ്പൊ കുളിക്കാനൊക്കെ ആയിട്ട് നല്ല ഒരു സ്പോട്ടാണത്. പക്ഷെ അറിഞ്ഞൂടാതെ ഇറങ്ങിയാൽ പണി കിട്ടും. നല്ല ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ വന്നാൽ അത് ഒഴി അടഞ്ഞു നിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്ഥലത്തും പോയി വെള്ളത്തിൽ ഇറങ്ങരുത്. ഇറങ്ങി കഴിഞ്ഞാൽ മൊത്തം പണി കിട്ടും നിങ്ങൾക്ക്. അപ്പൊ നമ്മുടെ ഏവിയം കനാല് തുടങ്ങുന്നത് നമുക്ക് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ? യഥാർത്ഥത്തില് ഇവിടെ നിന്നാണ് പണ്ട് നമുക്ക് ഈ ചരക്കെല്ലാം കൊണ്ട് ഏകദേശം മാർത്താണ്ഡം, കുളച്ചല്, നാറോല് അങ്ങോട്ടൊക്കെ പോകുന്നത്. എന്തായാലും സൂപ്പർ സ്ഥലം. നല്ല കൂളിംഗ് ആണ് ഇവിടെ. നല്ല വൈബുണ്ട് അല്ലേ? ഫോറസ്റ്റിനകത്തൂടെ പോകുമ്പോ നമുക്ക് പുറത്തുള്ള ചൂട് നമ്മൾ അനുഭവിക്കില്ല. പുറത്ത് നമ്മള് കടപ്പുറത്തൊക്കെ നിൽക്കുമ്പോൾ ഏകദേശം ഒരു 40 ഡിഗ്രിയിൽ പുറത്ത് ചൂടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ തല കത്തി ഉരുണ്ട് ചെവിക്കകത്തൂടെ ചൂട് കാറ്റ് പോകും. ആ ഒരു ഫീലാണ്.
ഇതേണ്ട ഇതാ വെള്ളം പൊങ്ങിയപ്പോ വെള്ളം ഇങ്ങനെ താന്നു പോയതാണ്. കാരണം പൊഴി മുറിഞ്ഞിറങ്ങുന്നോണ്ട് വെള്ളം കൊണ്ടൊന്ന് പൊങ്ങി. ഇപ്പൊ നമുക്ക് ഈ പൊഴി മുറിയുന്ന സമയത്ത് ഇത്ര അളവിൽ വെള്ളം കാണില്ല. ഇല്ല നല്ല കുറവായിരിക്കും. നല്ല കുറവെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഇടുപ്പളവ് കാണും അല്ലേ? അത്രയും കാണില്ല. ഇതിപ്പോ ഒരാളുടെ വെള്ളമുണ്ട്, കാരണം അത്രയും വെള്ളം നെഞ്ചു വരെങ്കിലും കാണാം. പക്ഷെ ഇപ്പോഴും പൊഴി മുറിയാതെ നിൽക്കുന്നത് നല്ല കാര്യമാണ്. വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ചൂട് സമയമായോണ്ട് ആറ്റിലൊന്നും വലുതായിട്ട് വെള്ളം കുറവാണ് അല്ലേ? ഈ വെള്ളം കുറവാണ്. പക്ഷെ ഇവിടെ പൊഴി മുറിയാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ വെള്ളം ഉള്ളത്. പൊഴി മുറിഞ്ഞ് നിൽക്കുന്നത് ഒട്ടും വെള്ളം കാണില്ലായിരുന്നു. അപ്പൊ ഇനി ഈ മഴ സമയമാകുമ്പോൾ തന്നെ ഈ പൊഴി അങ്ങ് മുറിച്ച് വിടുമല്ലേ? അതുവരെ എങ്ങനെ തന്നെ അങ്ങ് നിൽക്കും. നമ്മള് മുറിച്ച് വിട്ടാലും പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോ കടല് തന്നെ തനിയെ മൂടിക്കൊള്ളു. അപ്പോ ഇവര് പറയുന്നതെന്ന് പറഞ്ഞാ നമ്മുടെ പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ ബ്രിട്ടീഷുകാരോട് പേടിച്ച് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒളിച്ചിരുന്ന ഒരു പ്ലേസ് എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഒരു നിഗൂഢമായ ഒരു വനപ്രദേശം പോലത്തെ ഒരു കാടാണ് ഈ രണ്ട് സൈഡും കാണുന്നത്, കണ്ടൽക്കാട്. കാരണം നമുക്ക് ഒരാൾ ഒളിച്ചിരുന്നാലോ എന്ത് ഇപ്പൊ അതിനകത്ത് അകപ്പെട്ടു പോയാലും നമുക്ക് പുറത്തറിയാൻ പറ്റൂല. അത്രയ്ക്ക് ഒരു നിഗൂഢമായ ഒരു സ്ഥലമാണ്. എന്തായാലും നമുക്ക് ഈ വെക്കേഷൻ ടൈമില് പുറത്ത് നമുക്ക് ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ ഈ ചൂട് കൊണ്ട് വെന്തുരുകി പോകും. പക്ഷെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ചൂടായിരുന്നാലും നല്ലൊരു വൈബ് നൽകുന്ന കാഴ്ചയാണ്, മനസ്സിനൊരു കുളിർമ നൽകുന്ന നല്ലൊരു കൂളാണ്. കാരണം ഈ വെള്ളമല്ല ഈ കാടിനകത്തൂടെ കിടക്കുന്ന ഒരു വെള്ളമായതുകൊണ്ട് നല്ല കൂൾ വാട്ടറാണ്. അതും പോയിട്ട് രണ്ട് സൈഡ് അങ്ങനെ കാട് അല്ലേ, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാടായതുകൊണ്ട് വലിയ ചൂടിന് താഴോട്ട് അടിക്കുന്നില്ല, തണുപ്പ് ഏരിയയാണ്. അതും പോയിട്ട് ഇതിനകത്ത് ഫുൾ ഏകദേശം നല്ല സൈസ് മീൻ പിടിക്കാനുള്ള ആൾക്കാരൊക്കെ വരും അല്ലേ ദൂരെ. അപ്പൊ നമ്മൾ നേരത്തെ പോയ സൈറ്റ് പോലെ അല്ല പോകുന്നത്. ഇപ്പൊ അതിനേക്കാളും കുറച്ചൊരു ഡേഞ്ചർ സോൺ ആയിട്ടുള്ള തിങ്ങി നെരുങ്ങി നിൽക്കുന്ന ആ ഒരു സൈറ്റിനകത്തൂടെയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും സമയം കണ്ടിരുന്നത് പോലെയുള്ള ഒരു പ്രദേശത്തൂടെ അല്ല നമ്മളിപ്പോ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഈ സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഇത്രയും ആ ഒരു ദൂരെ പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഉള്ളിലോട്ട് കുറച്ചു ദൂരം കൂടെ പോകുമ്പോൾ ബ്ലോക്കാണ്. ഈ കണ്ടൽക്കാടും വഴി ഇതുവരെ ഉള്ളൂ. എന്തായാലും സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലം. നിങ്ങൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഈ ചൂട് സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അത്രയ്ക്ക് വെറൈറ്റി സ്ഥലമാണ്. ഇതുപോലത്തെ നമുക്ക് നല്ല ആ ഒരു കാഴ്ചകളൊക്കെ സമ്മാനിക്കാൻ നമ്മുടെ ഈ ബാക്ക് വാട്ടർ ടീമിന് മാത്രമേ പറ്റുള്ളൂ. എന്തായാലും അവരെ ആ നമ്പര് നമ്മുടെ ഈ ചാനലിൽ ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ അവധിക്കാല സമയത്തോ അല്ലാതെ വെക്കേഷൻ ടൈമിലോ ഇവിടെ വരികയാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരവധി വ്യത്യസ്തമായ പാക്കേജുകൾ നൽകി ഒരു വെറൈറ്റി യാത്രാനുഭവം നിങ്ങൾക്ക് അവർ കാഴ്ചവെക്കും. ഒരേ സമയത്തിൽ ഒരു ബോട്ടേ പോകുള്ളൂ, കാരണം അത്രയ്ക്ക് ഇടുങ്ങിയാണ്. അത്രയ്ക്ക് ഇടുങ്ങിയ സ്ഥലമാണ്. എന്തായാലും കൊള്ളാം, സൂപ്പർ. വളയ്ക്കാൻ പറ്റും, റിവേഴ്സിട്ട് പോകണം. മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ ലൊക്കാലിറ്റിയിൽ നിന്ന് ഏകദേശം മാറി ഇപ്പൊ കടൽക്ഷോഭം ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒട്ടക സവാരി, കുതിരയുടെ പുറത്ത് കഴുതയുണ്ട്. അപ്പൊ അതിന്റെ പുറത്തുള്ള സവാരിയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കടൽക്ഷോഭം ആയി നിൽക്കുന്നതുകൊണ്ട് ആ പൊഴി നമുക്ക് ആ സ്ഥലം അങ്ങനെ കിട്ടുന്നില്ല. അങ്ങനെ സവാരി നടത്താനും ആ റെസ്റ്റോറന്റുകളും അങ്ങനെയുള്ള സ്ഥലം കിട്ടുന്നില്ല. അപ്പൊ അതെല്ലാം റെസ്റ്റിലാണ് ഇപ്പോഴും കുറച്ച് ദിവസം കൊണ്ട്. പിന്നൊരു കാര്യം, നമ്മൾ ആ ഇടുങ്ങിയ രണ്ട് സൈഡും കണ്ടൽക്കാടും നിറഞ്ഞ ആ ഒരു പ്രദേശത്ത് നിന്നും കുറച്ചുകൂടെ ആ വിശാലമായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കൂടുതലും നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് കൂടുതലായിട്ടുള്ളത്. നമ്മുടെ ഈ കാണുന്ന ഈ പോസ്റ്റിന് അപ്പുറത്താണ് ബണ്ട് റോഡ് അല്ലേ? ബണ്ടിന് അപ്പുറത്താണ് കടല്.
അപ്പൊ നമുക്ക് കടല് കാണണമെങ്കിൽ നമുക്ക് പ്രത്യേകം കാണണമെങ്കിൽ റോഡ് വഴി പോകണം. ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അനുഭവമാണ് വരുന്നത് അല്ലേ? നമുക്ക് ബ്രോ നമുക്ക് പിന്നെ ആ ഒരു പഴയ ബിൽഡിംഗ് എന്ന് പറയുന്നത് ആ ബിൽഡിംഗ് ഇല്ലേ, അതെന്താണ്? ബ്രിട്ടീഷുകാർ പണ്ട് പണിത ഒരു ബിൽഡിംഗ് ആണ് ഇത്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ എപ്പോ വേണമെങ്കിലും പൊടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം നമുക്ക് എപ്പോ വേണമെങ്കിലും പൊടിഞ്ഞു വീഴാം. ആരെ അതിനകത്ത് അലോടല്ല. പൊട്ടലൊക്കെ ഉണ്ട്, നമുക്ക് സൂക്ഷിച്ച് നോക്കിയത് കാണാം. എപ്പോ വേണമോ നല്ല വർഷം പഴക്കമുള്ളതാണ്. പുറത്തു വരും. പണ്ട് ബ്രിട്ടീഷുകാരെ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. മീന് പോകുന്നുണ്ടോ ഗൈസ്? കൊള്ളാം സൂപ്പർ. അതൊക്കെ കോക്കനട്ട് ഐലൻഡ് ഭാഗം. ഗൈസ് നമ്മൾ അതാ കാണുന്നത് കോക്കനട്ട് ഐലൻഡ് ആണ്. ഏക്കർ കണക്കിന് നമുക്കൊരു 10-20 ഏക്കറെങ്കിലും വരും അല്ലേ? കാരണം ഇഷ്ടം പോലെ കോക്കനട്ട് ഐലൻഡ്. ഇനി അങ്ങോട്ടുണ്ട് ബാക്കിലോട്ട്. അപ്പൊ നമുക്ക് ഈ ബോട്ടിലോട്ട് പോകുന്ന സമയത്ത് ചില ചേട്ടന്മാരെ വെള്ളത്തില് ഈ കരിക്കൊക്കെ വെച്ചോണ്ട് ഇവിടെ നിന്നുള്ള കരിക്കാണ് നമ്മളെ നല്ല ഈ കാടിനകത്ത് നിൽക്കുന്ന തെങ്ങ് ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയി. രൗദ്ര ഭാവത്തിൽ അങ്ങനെ ആഞ്ഞടിച്ചു നിൽക്കുന്ന ആ ഒരു ബീച്ചിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ വെള്ളം കൂടി നിൽക്കുന്ന ആ ഒരു സമയം ആയതുകൊണ്ട് ഏകദേശം അങ്ങ് അല്ലേ, കടലിനോട് അടുത്തല്ലേ നമ്മളെ ഈ കായലിൽ നിൽക്കുന്നത്. ആ കടലിൽ നിങ്ങൾ അടുത്ത് വന്ന് നിൽക്കുകയാണ് അല്ലേ? കള്ളക്കടൽ പ്രതിഭാസം മൂലം. ഗൈസ് അപ്പൊ ഇതാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്. ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബോട്ടില് നമുക്കിങ്ങനെ കായലിനകത്തൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സപ്പോസ് വെള്ളം ദാഹിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നുന്നു. പിന്നെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കായലിനകത്ത് കടലിനകത്തൊക്കെയുള്ള നമ്മളെ ശുദ്ധമായിട്ടുള്ള കടൽ വിഭവങ്ങള്, കായൽ വിഭവങ്ങള് നമ്മള് വന്ന് അല്ലേ നമ്മൾ പറഞ്ഞ് അപ്പൊ നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് അവര് നമുക്ക് നല്ല രീതിയിൽ അല്ലേ കുക്ക് ചെയ്ത് തരും നമുക്ക് ലൈവായിട്ട്. അപ്പൊ എന്തായാലും കൊള്ളാം. ഏട്ടെണ്ണം ഉണ്ട് ഇതുപോലെ അപ്പുറത്തും. ഇതാണ് നമ്മുടെ ഗോൾഡൻ സാൻഡ് ബീച്ച്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റത്തില്ല, ഫുള്ള് ഗോൾഡ് ആയിരിക്കും. ഇതിപ്പോ കടലും കായലും തൊട്ടടുത്താണ് ഇങ്ങ് അടിച്ചു വരുന്നത്. കണ്ടോ? ഇതാണ് നമ്മുടെ പുള്ളിക്കാരൻ പറയുന്ന ഗോൾഡൻ സാൻഡ് ബീച്ച് അല്ലേ? ഇത് ഫുള്ള് ഗോൾഡ് ആണ്, അതുകൊണ്ടാണ് ആ പേര് തന്നെ കിട്ടിയത്. ഗോൾഡൻ കളറാണ്, കാണാൻ പറ്റത്തില്ല, ഇവിടെ കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ കുത്തി നിർത്തിയിരിക്കുന്ന ഈ കമ്പെല്ലാം കണ്ടോ? ഇതെല്ലാം പണ്ട് ഒരു 6 മാസം മുമ്പേ ഒരു കുറച്ച് സ്റ്റാളുകളായിരുന്ന സ്ഥലമാണ്. സ്റ്റാളുകള്, ഒട്ടക സവാരി, കുതിര സവാരി, നല്ല തിരക്കൊണ്ടായിരുന്ന ഒരു ബീച്ചാണ് അത്യാവശ്യം. പക്ഷേ കള്ളക്കടല് കാരണം ദുഷ്ടക്കടല് മനുഷ്യരെ കൊണ്ട് അടുപ്പിക്കുന്നില്ല. നമ്മുടെ പുള്ളിക്കാരൻ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. എന്തോന്ന് പോയിന്റ്? ഹിസ്റ്ററി പോയിന്റ് എന്തോന്നാണ് ബ്രോ? പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നെയ്യാർ റിവറും അതുപോലെ തന്നെ അറേബ്യൻ സീയും തമ്മിൽ യോജിക്കുന്ന സ്ഥലം. കിടക്കണമെന്നാണ് ഇത്ര വെള്ളം കൂടി കിടക്കുന്നത്. വീണ്ടും കൂടുന്നതിനനുസരിച്ച് എന്തായാലും അറിയാവോ, കൂടാനുള്ള സാധ്യത ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. പൊയിനെ ഇപ്പം അടഞ്ഞടക്കാണ് അവിടെ. നമ്മളിങ്ങനെ പൊട്ടിച്ചു വിടും. ഇതിലുള്ള വെള്ളം ഫുള്ളും കടലിലോട്ട് പോയി. കടലിപ്പോ സ്വീകരിക്കില്ല, കാരണം കടൽ മറ്റേ ഈ കള്ളക്കടലായതുകൊണ്ട് കടലിപ്പോ സ്വീകരിക്കില്ല. ഈ നമ്മൾ പൊഴി മുറിച്ച് വിട്ടാലും ഈ തെര വന്നടിച്ച് ഈ പൊഴി വീണ്ടും മൂടാനുള്ള സാധ്യത പിന്നെ തനിയെ മൂടും. അതങ്ങനെയാണ് മൂടും. അപ്പൊ നേരത്തെ ഇതുവഴിയാണ് വെള്ളം കടലിലോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇത്രയും സ്ഥലം അങ്ങ് വരെയും കടലിൽ
നാഗശമനികൾ ഇടയ്ക്കിടയ്ക്ക് അപ്പൂപ്പന്റെ രൂപത്തിൽ നിൽക്കുന്നത് കണ്ടോ ഗൈസ്? പിന്നെ അതാണ് മാംഗ്രൂവ് ഫ്രൂട്ട്. ഇത് കണ്ടക്കാന്ന് വിഷക്കാന്ന് പറയും. ഇത് കഴിച്ചാൽ മരിക്കും. അമ്മാരി വിഷമാണ്. പോയിസൺ ഫ്രൂട്ടാണ് ഇത്. പോയിസൺ ഫ്രൂട്ട് മാങ്ങ പോലെ ഇരിക്കും, പക്ഷെ മാങ്ങ അല്ല അത്. ഇതാണ് അത്തിപ്പഴം എന്ന് പറഞ്ഞത്. ഇതല്ല അല്ലേ അത്തിപ്പഴം? കണ്ടക്ക. ഈ കണ്ടൽ മരങ്ങളിൽ ഉണ്ടാവുന്ന ഒരു സൈസ് കായാണല്ലേ? ഓ അതെ. ഇത് ഒതളങ്ങ. ഇത് പിന്നെ വേറെ എന്തോ മരുന്നിന് അങ്ങനെ എന്തോ എടുക്കുമെന്ന് ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് വിഷമാണ്. ഇത് ഫുൾ ഓഫ്. എങ്ങനെ ഞണ്ട് പിടിക്കാനായിട്ട് ഇത് എടുക്കും അല്ലേ? ഹലോ, അതെങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്? ഇതിനെ എങ്ങനെ ഉണക്കായിട്ടിട്ടാണ് തല്ലി പൊളിച്ച് അതിനകത്തുള്ള സാധനം എടുത്ത്? ചേട്ടാ ഇതാണ് മാംഗ്രൂവിന്റെ ആർച്ച് പോലെ ഇരിക്കണം. വേണ്ട ഫുൾ ഒരു കവർ ചെയ്ത് മരങ്ങൾ കൊണ്ട് കവർ ചെയ്ത് ഇതിന് ആർച്ച് പോലത്തെ രൂപത്തിൽ. ഇതിനാണ് നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഫുൾ കവറിങ് ആണ്. ഇവിടെ കുറച്ചുകൂടെ കൂളിംഗ് ആണ്. നമുക്ക് നല്ല തണുപ്പാണ് ഇവിടെ. കുറച്ചുകൂടെ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ നേരത്തേക്കാളും? കാരണം അത് ഫുള്ള് മറിഞ്ഞു ഒരു റൗണ്ട് ആർച്ച് പോലെ രണ്ട് സൈഡും അങ്ങനെ അല്ലേ? ഇതാണ് മാംഗ്രൂവ് ഫോറസ്റ്റ്. സൂപ്പർ. എന്തായാലും ഇതാണ് നമ്മളെ എൻഡിങ് പോയിന്റ്. നമ്മൾ ഏവിയൻ കനാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാംഗ്രൂവ് ഫോറസ്റ്റ് വഴിയാണ് തിരിച്ച് നമ്മള് റൗണ്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന പോയിന്റ് അല്ലേ? എല്ലാം കവർ ചെയ്യും. അപ്പൊ തന്നെ ഏകദേശം നമ്മുടെ ഫ്രണ്ടിൽ ഒരു 10-25 ബോട്ടുകൾ അങ്ങനെ പോകുന്നുണ്ടല്ലേ? എന്തായാലും വേനൽക്കാലം മലയാളികളെക്കാളും ബുദ്ധി എന്തായാലും നമുക്ക് സായിപ്പന്മാർക്കും മതന്മാർക്കും ഉണ്ടെന്ന് തോന്നുന്നത്. ടൂറിസ്റ്റ് അവരുടെ പാങ്കുത്ത് പാട്ടൊക്കെ ആയിട്ട് നല്ല എൻജോയ്മെന്റ് ചെയ്താ പോവുക. ഗൈസ്, അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതും നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നതും നമ്മുടെ മുഹമ്മദ് ഷായാണ്. നമുക്കിത് മെയിനായിട്ട് ഉള്ള ഒരു ദൂരം എന്ന് പറഞ്ഞാൽ 14 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ആ 14 കിലോമീറ്റർ നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്ത് കാണണമെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ എടുക്കും. പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് ഇപ്പൊ ഇവരുടെ അടുത്തല്ലാതെ നിങ്ങളിപ്പോ ഈ റേറ്റ് കൂടുതൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വേറൊരാളുടെ അടുത്ത് പോയി നിങ്ങൾക്ക് 1/2 മണിക്കൂറിൽ ഇത്ര രൂപയ്ക്ക് തരാം, 10 മിനിറ്റിൽ ഇത്ര രൂപ കുറച്ച് തരാം, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇതാണ് പോകുന്നത്. എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് സ്കിപ്പാവും. എന്ന് വെച്ചാൽ ഇതിലുള്ള 14 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ ആവും, 4 കിലോമീറ്റർ, 8 കിലോമീറ്റർ അങ്ങനെയൊക്കെ സ്കിപ്പാവും. അപ്പോൾ ഈ 14 കിലോമീറ്റർ ഇവര് ബാക്കിയുള്ളവർ തരുന്നതിനേക്കാളും റേറ്റ് കുറച്ച് ഇവർ തരും. അതിൽ ഞാൻ ഗ്യാരണ്ടി. നമ്മുടെ ഇതിന്റെ പേരെന്തോന്നാണ്? ഗോൾഡൻ സാൻഡ് ബാക്ക് വാട്ടേഴ്സ് എന്ന ഈ ബോട്ട് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് വ്യത്യസ്തമായ നിരവധി പാക്കേജുകൾ അവർ നൽകുന്നതാണ്. മണിക്കൂർ, അരമണിക്കൂർ, 1 മണിക്കൂർ, പിന്നെ 1.5 മണിക്കൂർ, പിന്നെ ഓരോ സ്ഥലത്ത് കൊണ്ടുള്ള ഫോട്ടോഷൂട്ട്, ബാക്കി നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാനുള്ള സൗകര്യം, പിന്നെ ഗോൾഡൻ ബീച്ച്, പിന്നെ AVM കനാല്, അങ്ങനെയുള്ള പിന്നെ മാംഗ്രൂവ് ഫോറസ്റ്റ്, പിന്നെ അങ്ങനെയുള്ള വ്യത്യസ്തമായ ഒരു അനുഭവം പുള്ളിക്കാരൻ നിങ്ങൾക്ക് തരും. റേറ്റിന്റെ കാര്യം നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാക്സിമം നമുക്ക് കുറച്ച് തരും. അപ്പൊ നമുക്ക് ഈ സുന്ദരമായ സ്ഥലത്ത് നിന്നും വിട പറയുകയാണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് ടീ കോംബ്ര ലൈൻ ഉടൻ തന്നെ വ്യത്യസ്തമായ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നത് വരെ ബൈ.